നിനക്കൊക്കെ പ്രാന്താണ് പെണ്ണുങ്ങളുടെ പിന്നാലെ പോവാൻ. രാജാവിന്റെ മകൻ ബോക്സ് ഓഫീസ് തകർത്ത് കുതിക്കുമ്പോൾ മോഹൻലാലിന് 26 വയസ്സായിരുന്നു പ്രായം. അനിയത്തിപ്രാവ് എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിൽ നായകനാവുമ്പോൾ കുഞ്ചാക്കോ ബോബന്റെ പ്രായം 21 വയസ്സാണ്. 20-ാം വയസ്സിൽ നന്ദനത്തിലൂടെ അരങ്ങേറി 24-ാം വയസ്സിൽ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ ആളാണ് പൃഥ്വിരാജ് സുകുമാരൻ. ആ നിരയിലേക്ക് സമീപകാലത്ത് തിയേറ്റർ വിജയമായി കയറി വന്നൊരു നടനുണ്ട്. 100 കോടി ക്ലബിൽ കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ നായകനായി നെസ്ലിൻ കെ ഗഫൂർ. നായകതുല്യമായ കഥാപാത്രമായി എത്തിയ ആദ്യ ചിത്രം മുതൽ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ നടനാണ് നെസ്ലിൻ കെ ഗഫൂർ. 23 വയസ്സാണ് അവൻ്റെ പ്രായം. അവൻ നായകനായ സിനിമ 100 കോടിയും കടന്നാണ് കുതിച്ചത്. അതായത് മലയാളത്തിൽ അങ്ങനെ ഒരു റെക്കോർഡിനുടമയായ മറ്റൊരു നടനില്ല. അങ്ങനെ അഭിനയിച്ച് മറിക്കുന്ന കഥാപാത്രങ്ങളൊന്നുമില്ല. അഭിനയിച്ചത് 17 ചിത്രങ്ങൾ. അപ്പോഴേക്കും നെസ്ലിൻ ഇൻഡസ്ട്രിയിൽ ഇരിപ്പുറപ്പിച്ചു. ആ ചിരിയിൽ, നിഷ്കളങ്കതയിൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് എന്തോ അവനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. മോഹൻലാലിന് ശേഷം സോളോയായി 100 കോടി ക്ലബിൽ കയറുന്ന നടൻ കൂടിയാണ് നെസ്ലിൻ. മധുരരാജയിൽ ജൂനിയർ ആർട്ടിസ്റ്റായാണ് സിനിമയിലേക്കുള്ള നെസ്ലിൻ്റെ വരവ്. അത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരാം. തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ 2000 ജൂൺ 11-നാണ് നമ്മുടെ നായകൻ്റെ ജനനം. ആദ്യ മകൻ നെസ്മലിന് പുറമെ ഇരട്ട കുട്ടികളെയാണ് ഗഫൂർ സീനത്ത് ദമ്പതികൾക്ക് അന്ന് ലഭിച്ചത്. നെസ്ലിനും നെഹാസും ഇരട്ടക്കുട്ടികളാണെങ്കിലും അവർ ഐഡൻറ്റിക്കൽ ട്വിൻസ് അല്ല. അങ്ങനെ +2 പഠനമൊക്കെ ഒരു കണക്കിന് തീർത്ത നെസ്ലിൻ എല്ലാവരും ചെയ്യുന്ന പോലെ ബിടെക്കിന് ചേർന്നു. 2 വർഷം ഉന്തി തള്ളി ബിടെക്. ഒരു ദിവസം വാപ്പയോട് അവൻ പറഞ്ഞു, ബിടെക് ഡ്രോപ്പ് ചെയ്യുകയാണ്. കേട്ടപാടെ ഗഫൂർ എല്ലാ വാപ്പന്മാരെയും പോലെ അത് തന്നെയാണ് തിരിച്ചു ചോദിച്ചത്. ഡ്രോപ്പ് ചെയ്തിട്ട് നിൻ്റെ പ്ലാൻ എന്താ? പക്ഷേ അത് ചോദിച്ച് അദ്ദേഹം നിർത്തിയില്ല. ബിടെക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ പഠനം നിർത്താനാവില്ല എന്ന് കൂടി പറഞ്ഞു. ആ സമയത്ത് നെസ്ലിൻ്റെ തലയിൽ സിനിമയൊന്നുമില്ലായിരുന്നു. പിന്നെയാണ് തണ്ണീർമത്തൻ്റെ ഓഡിഷനിൽ പങ്കെടുക്കുന്നതും സെലക്ട് ആവുന്നത്. മധുരരാജയിൽ തല കാണിച്ച കഥ ഇങ്ങനെയാണ്. നെസ്ലിൻ്റെ ഇഷ്ട നടൻ മമ്മൂട്ടിയാണ്. കടുത്ത മമ്മൂട്ടി ആരാധകനായ നെസ്ലിൻ ഇറങ്ങുന്ന മമ്മൂട്ടി സിനിമകൾ ആദ്യ ദിവസം തന്നെ കാണുന്നതും പതിവായിരുന്നു. എങ്ങനെയെങ്കിലും തൻ്റെ ആരാധ്യ പുരുഷനെ നേരിട്ട് കാണണമെന്ന് നെസ്ലിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ആ സമയത്താണ് മധുരരാജയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് അറിയുന്നത്. നേരെ ആ സെറ്റിലേക്ക് വെച്ച് പിടിച്ചു. അങ്ങനെ ആൾക്കൂട്ടത്തിൽ ഒരു തല നെസ്ലിൻ്റെതായി മാറി. മധുരരാജയിലും താൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ശേഷം തമാശയോടെയാണ് നെസ്ലിൻ പറഞ്ഞത്. അപ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിലെ ആ പരിചയമുള്ള തല പലരും ശ്രദ്ധിക്കുന്നത്. അന്ന് അവൻ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നത് സാധാരണ നെസ്ലിനായാണ്. ഇന്നും ആൾക്കൂട്ടത്തിനിടയിൽ തന്നെയാണ്, പക്ഷേ സിനിമാ താരത്തിൻ്റെ പരിവേഷത്തോടെയാണ് എന്ന് മാത്രം. അവനെ മാത്രം ശ്രദ്ധിക്കുന്ന ആൾക്കൂട്ടത്തിനിടയിലാണ് ഇപ്പോൾ അവൻ നിൽക്കുന്നത്. ബിടെക് നിർത്തി. വാപ്പ പറഞ്ഞതുപോലെ തുടർപഠനം വേണമല്ലോ. ആ ചിന്ത ഇന്ന് അവസാനിച്ചത് ഡിഗ്രിയിലാണ്. ആ സമയത്താണ് തണ്ണീർമത്തൻ്റെ ഓഡിഷനെ പറ്റി കൂട്ടുകാരൻ നെസ്ലിനോട് പറയുന്നത്. പിള്ളേർ സെറ്റ് പടമാണ്, +2 പിള്ളേരെയാണ് വേണ്ടതെന്നും കേട്ടപ്പോൾ എന്നാൽ ഓഡിഷന് പോയേക്കാമെന്ന ഒരു മൈൻഡായിരുന്നു അവനുണ്ടായിരുന്നത്. വിനീത് വാസുദേവാണ് നെസ്ലിനെ ഓഡിഷൻ ചെയ്യുന്നത്. വന്നവരെ കൊണ്ട് വിനീത് ഓരോന്ന് ചെയ്യിപ്പിച്ച് വിടുന്നുണ്ട്. സെലക്ട് ചെയ്യുന്നവരെ മാർക്ക് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. നെസ്ലിൻ കയറി വന്നപ്പോൾ തന്നെ അവൻ ഓക്കെ ആണെന്നും എടുക്കാമെന്നും വിനീത് ഉറപ്പിച്ചു. നീ ഒന്നും ചെയ്യേണ്ട, ഓക്കെ ആണെന്ന് മാത്രം പറഞ്ഞു. ഇത് കേട്ടപാടെ നെസ്ലിൻ വിചാരിച്ചു തന്നെ ഒഴിവാക്കാനാണ് അങ്ങനെ പറയുന്നതെന്ന്. ചേട്ടാ, ഞാൻ അഭിനയിച്ച് കാണിക്കും, ഒന്ന് നോക്കൂ. അപ്പോഴും വിനീത് പറഞ്ഞത് നീ ചെയ്യേണ്ട ഓക്കെ ആണെന്നാണ്. പക്ഷേ നെസ്ലിൻ വിട്ടില്ല. അവസാനം നിർബന്ധത്തിന് വഴങ്ങി ഒരു രംഗം അഭിനയിച്ച് കാണിച്ചു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ തന്നെ സിനിമയിലേക്ക് എടുത്തുന്ന കാര്യം നെസ്ലിൻ ഉറപ്പിക്കുന്നത്. തണ്ണീർമത്തൻ്റെ ഷൂട്ടിംഗ് സമയത്തും അഭിനയിക്കുന്നതിൽ നെസ്ലിന് ഒട്ടും കോൺഫിഡൻ്റ് ആയിരുന്നില്ല. ചെയ്യുന്നത് ശരിയാവുന്നില്ലെന്ന് തോന്നലായിരുന്നു നെസ്ലിനെ അലട്ടിയിരുന്നത്. പിന്നീട് ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ ഡിനോ പൗലോസാണ് ഡയലോഗ് എങ്ങനെ ഡെലിവർ ചെയ്യണമെന്നും മറ്റും പറഞ്ഞു കൊടുക്കുന്നത്. മാത്യുവിൻ്റെ കൂട്ടുകാരനായ മെൽവിൻ്റെ റോൾ അതിഗംഭീരമായി തന്നെ നെസ്ലിൻ പകർന്നാടി. മാത്യുവിൻ്റെ നായക കഥാപാത്രത്തെക്കാൾ മെൽവിനാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ആ ചിത്രത്തിലെ ബുദ്ധിയാണ് ഇവൻ്റെ മെയിൻ എന്നതും എൻ്റെ അച്ഛൻ റിച്ച് ആണെന്നതൊക്കെ ഇന്നും ട്രോളുകൾ നിറയുന്നത് അതിന് ഉദാഹരണങ്ങളാണ്. പിന്നീട് അവനെ കണ്ടത് വരൻ ആവശ്യമുണ്ടെന്ന ചിത്രത്തിലെ അതിഥി വേഷത്തിലാണ്. പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തൊട്ട് ആ ചിത്രത്തിലും നെസ്ലിൻ ശ്രദ്ധിക്കപ്പെട്ടു. 2021-ൽ 3 ചിത്രങ്ങളാണ് നെസ്ലിൻ്റെതായി പുറത്തിറങ്ങിയത്. കുരുതി, ഹോം, കേശു ഈ വീടിൻ്റെ നാഥൻ. ആ വർഷമാണ് നെസ്ലിൻ എന്ന അഭിനേതാവിനെ പ്രേക്ഷകർ സീരിയസ് ആയി ശ്രദ്ധിക്കുന്നത്. ഹോം ജനം ഏറ്റെടുത്തു. കുരുതിയിലെ റസൂൽ എന്ന ഏറെ സങ്കീർണതകൾ നിറഞ്ഞ കഥാപാത്രത്തെ തന്മയത്വത്തോടെ നെസ്ലിൻ കൈകാര്യം ചെയ്തു. കോമഡി മാത്രമല്ല, തനിക്ക് 7 തരം റോളും വഴങ്ങുന്ന സൂചന കൂടിയായിരുന്നു ആ ചിത്രം. ഗിരീഷ് ഷെഡിയുടെ അടുത്ത ചിത്രമായ സൂപ്പർ ശരണയിലും നെസ്ലിൻ ചിരിപ്പിച്ച് കടന്നുപോയി. മകളും, ജോൻ ജോയും, അയൽവാശിയും, പത്രോസിൻ്റെ പടപ്പുകളും, നെയ്മറും, 18+ഉം നെസ്ലിൻ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പകർന്നാടി പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു.
മാത്യു നെസ്ലിൻ കൂട്ടുകെട്ട് ഭാഗ്യ ജോഡിയാണെന്ന് ഇൻഡസ്ട്രി തന്നെ വിശ്വസിച്ചു. 2024 നെസ്ലിൻ്റെ കൂടി വർഷമായിരുന്നു. സിനിമയിലേക്ക് കൈപ്പിടി ചേർത്തിയ ഗിരീഷ് ഏടി നെസ്ലിനായി കരുതി വെച്ചത് കരിയറിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വേഷമായിരുന്നു. പ്രേമലുവിൽ നെസ്ലിൻ സച്ചിൻ എന്ന കഥാപാത്രമായി നിറഞ്ഞാടി. ചിത്രത്തിലെ കുസൃതികളും നിസ്സഹായതകളും ചിരികളുമെല്ലാം നെസ്ലിൻ തന്റെ സ്വാഭാവികമായ ഭാവങ്ങളിൽ കളറാക്കി മാറ്റി. മലയാളത്തിൽ എന്ന പോലെ മറുനാടുകളിലും മറ്റു രാജ്യങ്ങളിലും വരെ പ്രേമലു ഓളങ്ങൾ തീർത്തു. എന്തുകൊണ്ട് നെസ്ലിൻ? ടീനേജ് നായകന്മാർ പൊതുവെ കുറവുള്ള ഇൻഡസ്ട്രിയാണ് മലയാളം. അവിടെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒരു മോൺസ്റ്റർ ആവാൻ നെസ്ലിനായി. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നല്ല കഥാപാത്രങ്ങൾ പലതും നെസ്ലിനെ തേടിയെത്തുകയും അത് ഗംഭീരമാക്കുകയും ചെയ്തു. മാത്രവുമല്ല, ടീനേജ് തന്നെയാണ് നമ്മുടെ സിനിമാ കാഴ്ചക്കാരിൽ ഭൂരിഭാഗവും. അവർക്ക് വർക്കാവുന്ന സിനിമകളാണ് ഇൻഡസ്ട്രി ഹിറ്റടിക്കാറ്. അവരുടെ പ്രതിനിധിയാവാൻ കഴിഞ്ഞു എന്നത് നെസ്ലിന് നേട്ടമായി. കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ട നടനായി പെട്ടെന്ന് മാറാനും നെസ്ലിനായിട്ടുണ്ട്. അതിൽ തന്നെ ഹോമിലെ കഥാപാത്രമാണ് നെസ്ലിന് കുടുംബ പ്രേക്ഷകരെ കൂടുതൽ നേടിക്കൊടുത്തത്. കൃത്രിമത്വം തോന്നാത്ത അഭിനയമാണ് നെസ്ലിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒട്ടും അഭിനയിക്കുകയാണെന്ന് ഒരിടത്തും തോന്നാത്ത തരത്തിലാണ് അത്. ആദ്യ ചിത്രം കൊണ്ട് തന്നെ അത് താരം തെളിയിച്ചിട്ടുമുണ്ട്. കോമഡി അനായാസമായി കൈകാര്യം ചെയ്യാനാവുന്നതാണ് നെസ്ലിൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് താരത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയും ചില മാനറിസങ്ങളും നന്നായി ചിരി കൊണ്ടുവരുന്നുണ്ട്. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ പ്രേമലുവിന് ശേഷം ഇതര ഭാഷകളിൽ നിന്നുള്ള ഓഫറുകൾ താരം സ്വീകരിച്ചിരുന്നില്ല. കാരണം ഭാഷ അറിയാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഫീൽ ചെയ്ത് പറയാൻ തനിക്കാവില്ലെന്ന് നെസ്ലിന് അറിയാമായിരുന്നു. പരാജയ ചിത്രങ്ങളിലും ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവുന്നതാണ് നെസ്ലിന് ഗുണമാവുന്നത്. മകൾ എന്ന സത്യനാന്തികാട് ചിത്രം വലിയ വിജയമായില്ലെങ്കിലും അതിലെ നെസ്ലിൻ്റെ പ്രണയം തലക്ക് പിടിച്ച പയ്യൻ ശ്രദ്ധിക്കപ്പെട്ടു. അതാണ് നെസ്ലിൻ്റെ ഒരു വിജയം. എത്ര മോശം ചിത്രമായാലും അയാൾക്ക് അതിൽ തൻ്റെതായ ഒരു സ്റ്റാമ്പ് പതിക്കാനുണ്ടാവും. ജഗതി ശ്രീകുമാറിനെ പോലെയുള്ള അപൂർവം പേർക്ക് കഴിയുന്ന സിദ്ധിയാണത്. മറ്റൊരു കാര്യം, ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ചിത്രം ഒറ്റക്ക് തോളിലേറ്റാവുന്നതിലേക്ക് ചുരുക്കം ചില ചിത്രങ്ങൾ കൊണ്ട് മാത്രം നെസ്ലിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രേമലുവിൻ്റെ അതിഗംഭീര വിജയത്തിന് പിന്നിൽ നെസ്ലിൻ എന്ന നായകന് വലിയ പങ്കുണ്ട്. ഇനി വരാനുള്ള നെസ്ലൻ സിനിമകൾ. അയാം കാതലനാണ് നെസ്ലിൻ്റെ തിയേറ്ററിലെത്താനുള്ള സിനിമ. പ്രേമലുവിന് ശേഷം ഗിരീഷ് ഏടിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രമാണിത്. പ്രേമലിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയതായിരുന്നു. അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിക്ക് ശേഷം അഭിനവ് സുന്ദർ നായകരൊരുക്കുന്ന രണ്ടാമത്തെ ചിത്രമായ മോളിവുഡ് ടൈംസിലും നായകൻ നെസ്ലിനാണ്. ഈ സിനിമ ഒട്ടും തന്നെ സാങ്കല്പികമല്ല. ഇതിൽ കാണാൻ പോകുന്നതെല്ലാം നിജമെന്നാണ് ടൈറ്റിൽ പോസ്റ്ററിലെ ക്യാപ്ഷൻ. എന്തായാലും കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതായിരിക്കും ആ സിനിമ എന്നാണ് വിലയിരുത്തലുകൾ. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന നിലവിൽ ഷൂട്ട് പുരോഗമിക്കുന്ന ചിത്രമാണ് മറ്റൊരു നെസ്ലിൻ സിനിമ. ലുക്മാനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ചിത്രം പ്രേമലു 2 ആണ്. ഭാവന സ്റ്റുഡിയോസ് തന്നെയാണ് നിർമ്മാതാക്കൾ. ആളൊഴിയാത്ത തിയേറ്ററുകൾ പിറവി കൊള്ളുന്നത് നെസ്ലിൻ എന്ന താരത്തിൻ്റെ കൂടി ഉദയമാണെന്നത് തീർച്ചയാണ്. ഒറ്റ വിജയം ഒരു താരത്തിൻ്റെ വിപണി മൂല്യത്തിൻ്റെ അളവുപോലൊന്നും ആവുന്നില്ല. പക്ഷേ ഈ 23-കാരനിൽ മലയാളി പ്രേക്ഷകർ എന്തോ ഒരു ഇഷ്ടം നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ആ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് കൊടുക്കേണ്ടത് നെസ്ലിൻ്റെ ഉത്തരവാദിത്വമാണ്. അയാൾക്ക് അതിന് കഴിയുകയും ചെയ്യും. മറ്റൊരു താരവുമായി വീണ്ടും കാണാം.